പ്രിയപ്പെട്ട ബിസിനസ് സുഹൃത്തുക്കളെ, നിങ്ങൾ വൂക്ക എൻവയോൺമെന്റ് എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വൂക്ക എൻവയോൺമെന്റ് 1990s അമേരിക്കൻ ആർമി സ്കൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വാർ സ്ട്രാറ്റജിയാണ്. വാർ മാനേജ്മെന്റ് സ്ട്രാറ്റജി. കോൾഡ് വാറിന് ശേഷം, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള പല അൺസർട്ടനിറ്റീസും, ക്ലാരിറ്റി ഇഷ്യൂസ്, ഇങ്ങനെ പലതും വന്നപ്പോൾ അതിനെ ഓരോന്നിനെയും ഒരേ സമയം അഡ്രസ് ചെയ്യാനുള്ള ചില മാർഗങ്ങളാണ് അതിൽ അവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഈ വൂക്ക എന്ന കോൺസെപ്റ്റിനെ ബിസിനസ് എക്സ്പേർട്സ്, മാനേജ്മെന്റ് എക്സ്പേർട്സ് എന്ത് ചെയ്തു? ബിസിനസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ അത് സത്യം പറഞ്ഞാൽ വലിയ കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനീസ്, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർ ക്രൈസിസ് ഉണ്ടല്ലോ. ഇപ്പൊ ഇസ്രായേൽ ഇറാൻ വാർ എത്രത്തോളം GCCയെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഇന്നലെ സൗദി മിനിസ്റ്ററുടെ പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. പാൻഡമിക്കിൽ നമ്മൾ അനുഭവിച്ച എത്രത്തോളം വലിയ സാമ്പത്തിക തകർച്ചയും സോഷ്യൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് കുറഞ്ഞ കാലം കൊണ്ട്, ഒരു മാസത്തിനുള്ളിൽ എന്തായിട്ടുണ്ട്, ഈ പ്രദേശം GCC എത്തിയിട്ടുണ്ട്. GCCയിലെ ഏറ്റവും വലിയ രാജ്യമാണല്ലോ സൗദി അറേബ്യ എന്ന് പറയുന്നത്. എന്നത് ഒഫീഷ്യലി എന്ത് ചെയ്യണ ഒരു മന്ത്രിയാണ് എന്ത് പറയുന്നത്. ബിസിനസ്സിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മുന്നിലൊരു അൺസർട്ടനിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും. സോ വൂക്ക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വോളറ്റാലിറ്റി. V stands for volatility, U stands for uncertainty, C stands for complexity and A for ambiguity. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ, വലിയ യുദ്ധങ്ങളൊക്കെ ആകുമ്പോൾ ഒരേ സമയം പലതരത്തിലുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യും ഈ സൈന്യത്തിന് മുന്നിൽ വരും. ഇത് തന്നെയാണ് ബിസിനസ് ലോകവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് GCCയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന്റെ ഭാവി എന്തായിരിക്കും എന്ന് പറയാൻ കഴിയുന്നില്ല. ഓയിൽ പ്രൈസിലെ ചേഞ്ചസ് വല്ലാതെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധം എന്ന് അവസാനിക്കും എന്നതിനെ കുറിച്ച് ധാരണ അല്ലാത്തതുകൊണ്ട് തന്നെ അൺസർട്ടനിറ്റീസ് ഉണ്ട്, ആംബിഗ്യൂറ്റീസ് ഉണ്ട്, വോളറ്റാലിറ്റി ഒരുപാടുണ്ട്. ഇതെല്ലാം കൊണ്ടുവരുന്ന കോംപ്ലക്സിറ്റീസ്. സോ പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ ഇതിൽ കേൾക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെ ബിസിനസ്സുകാരെ ഏറ്റെടുത്തപ്പോൾ, ബിസിനസ് എക്സ്പേർട്സ് ഏറ്റെടുത്തപ്പോൾ അവര് വോളറ്റാലിറ്റിയെ വിഷനാക്കി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞു. അൺസർട്ടനിറ്റീസ് എന്തായി മാറി, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് എന്തായി മാറി. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. സോ കമ്പനിയുടെ ടോപ്പ് ലീഡർഷിപ്പിൽ ഇരിക്കുന്ന, കമ്പനിയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വൂക്ക എൻവയോൺമെന്റ് പഠിക്കുന്നത്. എങ്ങനെയാണ് വൂക്ക എൻവയോൺമെന്റിലെ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ പ്രശ്നങ്ങളെ വളരെ ഈസി ആയിട്ട് അഡ്രസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു കഴിയുന്നു, വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു കഴിയുന്നു. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിജിഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനുകൾ ഉണ്ടാവും, ബഡ്ജറ്റുകൾ ഉണ്ടാവും. അതിനൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി മോഡ് എന്ത് ചെയ്യുന്നു വരുന്നു. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് അഡോപ്റ്റ് ചെയ്യാൻ നമ്മളുടെ ടീമും എന്താവും സെറ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് വൂക്ക ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് GCC ഒക്കെ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കമ്പനീസ് ഉണ്ടെങ്കിൽ ടോപ്പ് ലീഡർഷിപ്സ് എന്ത് ചെയ്യണം, വൂക്ക എൻവയോൺമെന്റ് എന്താണെന്ന് പഠിക്കണം. വൂക്ക എൻവയോൺമെന്റിലെ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്നുകിൽ നല്ല സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിച്ചെടുത്താൽ മുന്നോട്ടുള്ള പോക്ക് വളരെ ഈസി ആയിരിക്കും. താങ്ക് യു.